കേരളത്തിലെ ജയിലുകൾ ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? ഒരുപക്ഷേ സിനിമകളിലൊക്കെ കാണുന്ന ആ വലിയ മതിലുകളും ഇരുണ്ട ഇടനാഴികളുമൊക്കെയാവും അല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കീർണവും അതിലേറെ കൗതുകകരവുമായ ഒരു ചരിത്രവും ഘടനയുമൊക്കെയുള്ളൊരു ലോകമാണിത്. അപ്പോൾ നമുക്കതിന്റെ ഉള്ളറകളിലേക്കൊന്ന് പോയി നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഈ ജയിലുകളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുന്നതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആരാണ് ശരിക്കും ഇതെല്ലാം നിയന്ത്രിക്കുന്നത്? നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? അതിനുള്ള ഉത്തരം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെയുണ്ട്. അതായത് നമ്മുടെ ഭരണഘടനയുണ്ടല്ലോ, അത് അധികാരങ്ങളെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ടിങ്ങനെ ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. പേര് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ? ഈ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളിൽ നിയമമുണ്ടാക്കാനുള്ള ഫുൾ പവർ സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. ബാങ്കിംഗ്, രാജ്യരക്ഷ, ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ മാത്രം കാര്യങ്ങളാണ്. യൂണിയൻ ലിസ്റ്റിൽ വരും. പിന്നെ വിദ്യാഭ്യാസം, വനം പോലുള്ളവ. അതിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ അധികാരമുണ്ട്. അതാണ് കൺകറന്റ് ലിസ്റ്റ്. പക്ഷേ ഇവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. പോലീസ്, കൃഷി, പിന്നെ ജയിലുകൾ, ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കീഴിലാണ്. അതായത് ഇതിന്റെ എല്ലാം പൂർണ്ണ നിയന്ത്രണം സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഇതുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്തും ജയിലുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും കുറച്ചൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോൾ ജയിലുകളുടെ എല്ലാം കൺട്രോൾ കേരള സർക്കാരിനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നേരെ കേരളത്തിലേക്ക് വരാം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലുകളായ 4 സെൻട്രൽ ജയിലുകളുണ്ട്. നമുക്കവയൊന്ന് പരിചയപ്പെടാം. ഈ ജയിലുകൾക്കൊക്കെയുണ്ടല്ലോ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. നോക്കിക്കേ, 1869 ബ്രിട്ടീഷുകാരുടെ കാലത്ത് കണ്ണൂരിൽ തുടങ്ങിയ ആദ്യത്തെ സെൻട്രൽ ജയില്. അവിടെ നിന്ന് തുടങ്ങി 2022 തവനൂരിൽ തുടങ്ങിയ ഏറ്റവും പുതിയ ജയില് വരെ എത്തി നിൽക്കുന്നുണ്ട് കേരളത്തിലെ ഈ ജയിൽ ചരിത്രം. അപ്പോ കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂരാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ തടവുകാരെ ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ളത് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിനാണ്. അപ്പോൾ വലിപ്പത്തിന്റെ കാര്യത്തിൽ കിങ് പൂജപ്പുരയാണ്. 2011 ഫ്രീഡം ഫുഡ് എന്ന പേരിൽ തടവുകാരുണ്ടാക്കുന്ന ഭക്ഷണം പുറത്തു വിൽക്കുന്ന ആ ഒരു കിടിലൻ ഐഡിയ തുടങ്ങിയത് ഈ പൂജപ്പുര ജയിലിലാണ്. ശരിക്കും ഇത് തടവുകാർക്ക് വെറുമൊരു വരുമാനമാർഗം മാത്രമല്ല, സമൂഹത്തിലേക്ക് തിരിച്ചുവരാനുള്ള ഒരു പാലം കൂടിയാണ്. ഈ പഴയ 3 സെൻട്രൽ ജയിലുകൾക്കും, അതായത് കണ്ണൂർ, പൂജപ്പുര, വിയ്യൂർ, ഇതിനെല്ലാം ഒരു കോമൺ പ്രത്യേകതയുണ്ട്. അതാണ് പാനോപ്റ്റിക്കോൺ ഡിസൈൻ. സംഭവം സിമ്പിളാണ്. നടുക്കൊരു ടവർ ഉണ്ടാകും. അവിടെ ഇരിക്കുന്ന ഒരു ഗാർഡിന് ജയിലിലെ എല്ലാ തടവുകാരെയും കാണാൻ പറ്റും. പക്ഷേ തടവുകാർക്ക് തിരിച്ച് ഈ ഗാർഡ് എപ്പോഴാണ് തങ്ങളെ നോക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കായിരുന്നു, എപ്പോഴും നിരീക്ഷണത്തിലാണെന്നൊരു ഫീൽ ഉണ്ടാക്കാൻ. എന്നാൽ ഏറ്റവും പുതിയ തവനൂർ ജയിൽ ഈ പഴയ രീതിയിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി. പഴയ ജയിലുകളൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണെങ്കിൽ ഇത് 100% നമ്മുടെ കേരള സർക്കാർ നിർമ്മിച്ചതാണ്. അതുമാത്രമല്ല, ഇതിന്റെ ഡിസൈൻ കണ്ടോ? ഒരു മോഡേൺ യു ഷേപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജയിൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഈ സെൻട്രൽ ജയിലുകൾ മാത്രമല്ല കേട്ടോ. പലതരം ആവശ്യങ്ങൾക്കായി പലതരം തടവുകാർക്കായിട്ട് വേറെയും സ്പെഷ്യലൈസ്ഡ് സ്ഥാപനങ്ങളുണ്ട്. നമുക്കവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ ലിസ്റ്റിൽ ആദ്യത്തേതാണ് ഓപ്പൺ ജയിലുകൾ അഥവാ തുറന്ന ജയിലുകൾ. കേരളത്തിൽ ഇങ്ങനത്തെ 3 എണ്ണമുണ്ട്. അപ്പോ എന്താണ് ഈ തുറന്ന ജയിൽ എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത്? പേരുപോലെ തന്നെ ഇവിടെ വലിയ മതിലുകളോ ഭയങ്കര സെക്യൂരിറ്റിയോ ഒന്നുമില്ല. ഇതെന്തിനാണെന്ന് വെച്ചാൽ ശിക്ഷയൊക്കെ തീരാറായ നല്ല നടപ്പുള്ള തടവുകാരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ട്രെയിനിംഗ് സെന്റർ പോലെയാണ്. അവിടെ അവർ കൃഷിയും മറ്റു ജോലികളുമൊക്കെ ചെയ്ത് പതിയെ സാധാരണ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറെടുക്കും. കേരളത്തിലുള്ള ഈ 3 ഓപ്പൺ ജയിലുകളിൽ നെട്ടുകാൽത്തേരിയും ചീമേനിയും പുരുഷന്മാർക്കുള്ളതാണ്. എന്നാൽ പൂജപ്പുരയിലുള്ളത് ഒരു സ്പെഷ്യൽ കേസാണ്. അത് നമ്മുടെ സംസ്ഥാനത്തെ വനിതകൾക്ക് മാത്രമുള്ള ഒരേയൊരു തുറന്ന ജയിലാണ്. ഓപ്പൺ ജയിൽ മാത്രമല്ല, വനിതകൾക്ക് മാത്രമായിട്ട് സാധാരണ ജയിലുകളുമുണ്ട്. ക്ലോസ്ഡ് പ്രിസൺസ് എന്ന് പറയും. കേരളത്തില് അങ്ങനെയുള്ള 3 എണ്ണമുണ്ട്. ഇവയുടെ പ്രവർത്തനം സാധാരണ ജയിൽ പോലെ തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായും വനിതാ തടവുകാരുടെ പ്രത്യേക കാര്യങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കും. ഈ 3 എണ്ണത്തിൽ ആദ്യത്തേത് തുടങ്ങിയത് 1990 നെയ്യാറ്റിൻകരയിലാണ്. അതിനുശേഷമാണ് കണ്ണൂരിലും വിയ്യൂരിലുമായി ബാക്കി 2 എണ്ണം വന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടി സീരിയസ് ആയ ഒരിടാണ്. അതായത് സാധാരണ ജയിലുകളിൽ പാർപ്പിക്കാൻ പറ്റാത്ത അത്രയ്ക്കും അപകടകാരികളായ തടവുകാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ഒരൊറ്റ അതീവ സുരക്ഷാ ജയില് മാത്രാണുള്ളത്. വിയ്യൂരിലാണ് ഈ ഹൈ സെക്യൂരിറ്റി ജയിലുള്ളത്.
തീവ്രവാദ കേസുകളിലെ പ്രതികൾ, രാജ്യദ്രോഹ കുറ്റം നേരിടുന്നവർ, അങ്ങനെ സമൂഹത്തിന് വലിയ ഭീഷണിയാകുന്ന തടവുകാരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത്. രക്ഷപ്പെടൽ എന്നൊരു വാക്കിന് പോലും സ്ഥാനമില്ലാത്ത അത്രയും കനത്ത സുരക്ഷയാണ് ഇവിടെ. ഓക്കെ, ഹൈ സെക്യൂരിറ്റി ജയിലിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരിടത്തേക്കാണ്. കുറ്റവാളികളായ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനം. അതെ, ജയിൽ വകുപ്പിനു കീഴിൽ ഒരു ബോർസ്റ്റൽ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് 18നും 21നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ കുറ്റം ചെയ്താൽ അവരെ സാധാരണ ജയിലുകളിലെ മുതിർന്ന കുറ്റവാളികളുടെ കൂടെ ഇടാറില്ല. പകരം അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങും കൗൺസിലിംഗുമൊക്കെ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു കേന്ദ്രമാണിത്. കേരളത്തിലെ ഒരേയൊരു ബോസ്റ്റൽ സ്കൂൾ തൃക്കാക്കരയിലാണ്. അപ്പോ കേരളത്തിലെ ജയിലുകളുടെ ഒരു ഏകദേശ ചിത്രം ഇപ്പോ നിങ്ങൾക്ക് കിട്ടിക്കാണും അല്ലേ? സെൻട്രൽ ജയിലുകൾ മുതൽ ബോൾസ്റ്റർ സ്കൂൾ വരെ നമ്മളൊരു യാത്ര നടത്തി. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട ചില പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ശ്രദ്ധിച്ചോ, കേരളത്തില് ഇന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും ഓൾഡ് ജയിൽ കോഴിക്കോട്ടെ സ്പെഷ്യൽ സബ് ജയിലാണ്. 1861 തുടങ്ങിയതാണ്. ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂരാണെന്നും നമ്മൾ കണ്ടു. പിന്നെ ആ കിടിലൻ ഫ്രീഡം ഫുഡ് പരിപാടി തുടങ്ങിയത് 2011 കൂട്ടത്തിൽ നമ്മുടെ കേരള സർക്കാർ സ്വന്തമായി നിർമ്മിച്ച ഒരേയൊരു സെൻട്രൽ ജയിൽ തവനൂരുള്ളതാണെന്ന കാര്യം മറക്കരുത്. അപ്പൊ നോക്കിക്കേ, 150-ലധികം വർഷത്തെ ചരിത്രമുണ്ട് നമ്മുടെ ഈ ജയിൽ സിസ്റ്റത്തിന്. കാലം മാറിയതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ പഴയ പനോപ്റ്റിക്കോൺ ഡിസൈനിൽ നിന്ന് തുടങ്ങി ഓപ്പൺ ജയിലുകളിലേക്കും ഫ്രീഡം ഫുഡ് പോലുള്ള പദ്ധതികളിലേക്കും നമ്മളെത്തി. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം ബാക്കിയുണ്ടല്ലേ? സമൂഹം ഇനിയും മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ ജയിലുകളുടെ ഭാവി എന്തായിരിക്കും? ശിക്ഷ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരിടം എന്നതിൽ നിന്നും മാറി പൂർണ്ണമായും തിരുത്തലിനും പുനരധിവാസത്തിനും പ്രാധാന്യം നൽകുന്ന കേന്ദ്രങ്ങളായി അവ മാറുമോ?